യൂറോപ്പിൽ MBBS പഠിക്കുക എന്നുള്ളത്, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു രാജ്യത്തിൽ MBBS പഠിക്കുക എന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ ആഗ്രഹമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഡെൻമാർക്ക് പോലുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള 27ഓളം രാജ്യങ്ങളിൽ വിത്തൗട്ട് ലൈസൻസിങ് എക്സാം നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് PG ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് യൂറോപ്യൻ യൂണിയനിൽ പോകാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിൽ അത്യാവശ്യം നല്ല ഫീസും എക്സ്പെൻസും ആണ്. എന്നാൽ ഇത്രയൊന്നും എക്സ്പെൻസ് ഇല്ലാതെ യൂറോപ്യൻ യൂണിയനിൽ MBBS പഠിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് റൊമാനിയയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒറാഡിയ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ ദുബായിൽ പോയ സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ ജോർജിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ജോർജിയ ചൂസ് ചെയ്യാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, അത് യൂറോപ്പിലല്ലേ, യൂറോപ്യൻ യൂണിയനില്ല. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ, ജർമ്മനിലും ഇറ്റലിയിലൊക്കെ നമുക്ക് ലൈസൻസിങ് എക്സാം ഇല്ലാതെ പോയി വർക്ക് ചെയ്യാൻ പറ്റൂലേ? ഞാൻ ചോദിച്ചു, ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞു, ഇവിടെയുള്ള കുറെ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്നത് ജോർജിയക്ക് മാത്രമല്ല, മോൾഡോവക്കും ഇതേ ഇഷ്യൂ ഉണ്ട്. പല കുട്ടികളും വിളിക്കുന്ന സമയത്ത് ഇത് പറയാറുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ രീതിയിലുള്ള ഒരു തെറ്റായ ഇൻഫർമേഷൻ ഇപ്പൊ ഉണ്ട് എന്നുള്ളത്. അതായത് ജോർജിയ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ട് എന്നുള്ളത്. ശരിക്കും ജോർജിയ എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്യൻ യൂണിയനിലില്ല, യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് മെമ്പർ മാത്രമാണ്. അതുപോലെ മോൾഡോവ, ഉക്രൈൻ, തുർക്കി, ബോസ്നിയ തുടങ്ങിയ 9ഓളം രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് മെമ്പർ മാത്രമാണ്. അതായത് യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് മെമ്പർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരിക്കലും നമുക്ക് ലൈസൻസിങ് എക്സാം ഇല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ജോർജിയ യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ ആവുന്നുള്ളതൊക്കെ. അതൊന്നും ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ കയറുന്ന കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പോലും യൂറോപ്യൻ യൂണിയനിലേക്ക് ജോർജിയക്ക് പെർമിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിലുള്ള തെറ്റായ ഇൻഫർമേഷൻസ് ഒരിക്കലും നിങ്ങൾ എടുത്തിട്ട് ജോർജിയയിലേക്ക് MBBS അഡ്മിഷൻ എടുക്കരുത്. അതേപോലെ തന്നെയാണ് മോൾഡോവയും. ഓരോ യൂണിവേഴ്സിറ്റികളും എടുത്തിട്ട് ആ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. റൊമാനിയയിലുള്ള ഒറാഡിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ എന്തിന് നമ്മൾ ഒറാഡിയ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്നുള്ളതും ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്നുള്ളതും, അതുപോലെ അവിടെ MBBS അഡ്മിഷൻ കിട്ടാൻ എന്താണ് എലിജിബിലിറ്റി എന്നുള്ളതും, അതുപോലെ ഒറാഡിയ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എത്രയാണെന്നുള്ളതും, ലിവിംഗ് എക്സ്പെൻസ് എത്രയാണെന്നുള്ളതും, ഒറാഡിയ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിച്ചു വരാൻ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളതും, അവിടെ എഡ്യൂക്കേഷൻ, ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ക്ലിനിക്കൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒറാഡിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡന്റ് ആയിട്ടുള്ള ഷഹീനെ കോളിൽ വിളിച്ചിട്ട് ഷഹീനോട് ഒറാഡിയ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽഡ് വീഡിയോയിലും പറയുന്നത് പോലെ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒറാഡിയ യൂണിവേഴ്സിറ്റി NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ NMC ഗൈഡ് ലൈൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അബ്രോഡ് ഒരു രാജ്യത്ത് പഠിച്ച് തിരിച്ചു വന്ന് ഇന്ത്യയിൽ എത്തിയിട്ട് നെക്സ്റ്റ് എക്സാമോ അല്ലെങ്കിൽ FMG എക്സാമോ എഴുതി ഇന്ത്യയിൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ NMC ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി പാലിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലൈസൻസിങ് എക്സാം എഴുതാതെ, അതായത് FMG നെക്സ്റ്റ് എക്സാം എഴുതാതെ ഇന്ത്യയിലേക്ക് വരാൻ പറ്റും എന്നുള്ളത്. ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറ്റുന്ന 5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ: UK, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഈ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നമ്മൾ MBBS പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വിത്തൗട്ട് ലൈസൻസിങ് എക്സാം ആ ഡിഗ്രി വാലിഡ് ആണ്. പ്രധാനമായിട്ടും 4 NMC ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ നോക്കാനുള്ളത്. ഒന്നാമത്തത്, നമ്മുടെ കോഴ്സ് 54 മന്ത്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ 1 ഇയർ ഇന്റേൺഷിപ്പ്, അതായത് 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒറാഡിയയിലാണെങ്കിൽ 5 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്. അതായത് ഈ ഒരു ഗൈഡ് ലൈൻ ഒറാഡിയ ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് നോക്കാൻ വേണ്ടി നമുക്ക് www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം കൺട്രി റൊമാനിയ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒറാഡിയ യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. അതായത് WHO ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി അടുത്തൊരു NMC ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം. അതായത് 6 വർഷവും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഒറാഡിയ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ്ലി 6 വർഷവും ഇംഗ്ലീഷ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി നാലാമതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള NMC ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു രാജ്യത്ത് MBBS പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ നമുക്ക് കിട്ടണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒറാഡിയ എന്ന് പറഞ്ഞാൽ റൊമാനിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി. റൊമാനിയ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു കൺട്രിയാണ്. യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യത്ത് നമ്മൾ MBBS കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ്. നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ആ ഒരു രാജ്യത്ത് മാത്രമല്ല, അതായത് റൊമാനിയ പഠിച്ച റൊമാനിയയിൽ മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലെ ഏത് രാജ്യത്ത് വർക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അതിനുള്ള രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് NMCയുടെ ഈ ഒരു റൂള് കൂടെ റൊമാനിയ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇതിന് പ്രത്യേകിച്ച്
ലൈസൻസിങ് എക്സാം ഒന്നും ആവശ്യമില്ല. നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടെ, ഡിഗ്രി ക്വാളിഫൈ ആവുന്നതോടെ നമുക്ക് ആ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, അതായത് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട NMC ഗൈഡ് ലൈൻസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാ അക്രഡിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ECFMG അക്രഡിറ്റേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് www.doms.org എന്ന വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് അതിൽ സ്പോൺസർ നോട്ടിൽ ECFMG ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ECFMG അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് US-ലും കാനഡയിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒറാഡിയ യൂണിവേഴ്സിറ്റിക്ക് ECFMG ഉണ്ട്, അപ്പൊ അക്രഡിറ്റേഷൻസും ഓക്കെയാണ്. ഇനി നമ്മൾ ഒറാഡിയ യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് റൊമാനിയയുടെ ക്യാപിറ്റൽ ബുക്രസ്റ്റ് ആണ്. ഈ ബുക്രസ്റ്റിലല്ല ഒറാഡിയ യൂണിവേഴ്സിറ്റി, അത് വേറൊരു സിറ്റി ആയിട്ടുള്ള ഒറാഡിയ എന്ന് പറഞ്ഞുള്ള ഒരു സിറ്റിയിലാണ്. കേരളത്തിൽ നിന്ന് സാധാരണ കുട്ടികൾ ഒറാഡിയയിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ദുബായ് അല്ലെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ തുർക്കിയിലേക്ക് പോയിട്ട് അവിടുന്ന് ബുക്രസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. ബുക്രസ്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 13 മണിക്കൂറുണ്ട് നമുക്ക് ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത്. ഇനിയിപ്പോൾ ടാക്സിയിലാണ് പോകുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂർ പോകാനാണ്. ഒറാഡിയ യൂണിവേഴ്സിറ്റിന്റെ ഹോസ്റ്റലിൽ സാധാരണ കുട്ടികൾ നിൽക്കാറില്ല. യൂണിവേഴ്സിറ്റിന്റെ അടുത്തൊക്കെ ആയിട്ട് അപ്പാർട്ട്മെന്റ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റി ഒരു 15 മിനിറ്റ് നടക്കാനേ അപ്പാർട്ട്മെന്റിലേക്ക് ഉണ്ടാവാറുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബസ്സിന് പോകുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 മിനിറ്റ് ദൂരമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഒറാഡിയയിലാണെങ്കിലും റൊമാനിയയിലാണെങ്കിലും അവർ പൊതുവെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് റൊമാനിയൻ ലാംഗ്വേജ് ആണ്. യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അവിടെയുള്ള മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളെല്ലാം റൊമാനിയൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽസിന്റെ സമയത്ത് നമുക്ക് നല്ല ക്ലിനിക്കൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റൊമാനിയൻ ലാംഗ്വേജ് നമ്മൾ പഠിക്കണം. ഇപ്പോൾ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യും. പിന്നെ ഒറാഡിയുള്ള ആളുകൾ പൊതുവെ വെൽക്കമിംഗ് ആണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞേക്കുന്നത് അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ ട്രീറ്റ് ചെയ്യാറുള്ളത് എന്നാണ്. ഒറാഡിയ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ മാത്രമല്ല വേറെയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷെ മെഡിക്കൽ ഫാക്കൽറ്റി ഉള്ളത് ഒറാഡിയ സിറ്റിയുടെ നടുവിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റിന്റെ എഡ്യൂക്കേഷൻ പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 വർഷത്തെ കോഴ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് ഒറാഡിയ. ഒറാഡിയ യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ 2 വർഷം നമുക്ക് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റിന്നായിരിക്കും ക്ലാസ് ഉണ്ടാവും. അത് കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ അല്ല, നമുക്ക് ക്ലിനിക്കൽ സ്കിൽസ് ഒക്കെ ആ സമയത്ത് ഉണ്ടാവും. അതായത് CPR കൊടുക്കുക, ECG, കത്തീഡർ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ക്ലിനിക്കൽ സ്കിൽസ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കും. 3rd ഇയർ തൊട്ടിട്ടാണ് നമുക്ക് ശരിക്കും ഹോസ്പിറ്റലിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒറാഡിയയിൽ എല്ലാ സബ്ജക്റ്റിനും എക്സാംസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു സെമസ്റ്ററിൽ 6 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഇനി ഒറാഡിയുള്ള ക്ലാസ് ടൈമിംഗ് നോക്കുന്ന സമയത്ത് സ്കെഡ്യൂൾ അനുസരിച്ചായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അതായത് രാവിലെ 8 മണിന്റെയും രാത്രി 9 മണിന്റെയും ഇടയിലാണ് നമുക്ക് സ്കെഡ്യൂൾ ഉണ്ടാവുക. അതായത് കണ്ടിന്യൂസ് ക്ലാസ് അല്ല, അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് ഒരു ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടാവും, ചിലപ്പം കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. അങ്ങനെ ഡിഫറന്റ് സ്കെഡ്യൂളുകളാണ് ഉണ്ടാവുക. എനിവേ മോസ്റ്റ്ലി ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു ലെക്ചർ വരുന്നത് സാധാരണ 2 മണിക്കൂറായി. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് 8 to 10 കുട്ടികളാണ് ഉണ്ടാവുക. ഒറാഡിയയിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക, ലെക്ചർ ക്ലാസ്സുകളും അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും. ലെക്ചർ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുന്നത് പോലെ തന്നെ PPTയും അതുപോലെ തന്നെ ബോർഡിലൊക്കെ എഴുതിയിട്ട് കാര്യങ്ങൾ ക്ലാസ് എടുത്ത് തരികയാണ് ചെയ്യുക. ഇനി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ലെക്ചർ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ പ്രാക്ടിക്കലാണ്. ചില സമയങ്ങളിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ലെക്ചർ ക്ലാസ്സുകളിൽ എന്താണോ കൊടുത്തത് അതിന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും ലെക്ചർ ക്ലാസ്സുകളിൽ. ചില പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഓരോ ദിവസവും അസസ്മെന്റ് എടുക്കുന്ന രീതി ഒറാഡിയയിലില്ല. അതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാമോ കാര്യങ്ങളോ ഒന്നും ഒറാഡിയയിലില്ല. ഫൈനൽ സെമസ്റ്റർ എക്സാമോ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലെക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇവിടെ ലെക്ചേഴ്സ് സാധാരണ മോസ്റ്റ്ലി എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്നിച്ചായിരിക്കും. അതായത് 6 ഗ്രൂപ്പിനും ഒന്നിച്ചാണ് ഉണ്ടാവുക. സെമിനാർ ആവുന്ന സമയത്ത് 2 ഗ്രൂപ്പിനും ഒന്നിച്ചാണ് സെമിനാർ ഉണ്ടാവുക. ഇനി ഈ ലെക്ചറിന്റെ സെമിനാറിന്റെ അറ്റൻഡൻസ് നോക്കുന്ന സമയത്ത് ലെക്ചറിന്റെ അറ്റൻഡൻസ് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ചില ലെക്ചേഴ്സ് അറ്റൻഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. എന്നാൽ സെമിനാറിന്റെ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റിന്റെ സെമിനാറിന് 3 ലീവ് മാത്രമാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒറാഡിയയിൽ നമ്മുടെ ക്ലാസ്സിൽ ഇന്ത്യൻസ് മാത്രമല്ല ഉണ്ടാവുക, ബെൽജിയത്തിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നും UAE നിന്ന് വരുന്ന കുട്ടികളും പിന്നെ അതുപോലെ തന്നെ റൊമാനിയയിലുള്ള കുട്ടികളും എല്ലാം ഉണ്ടാവും. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റിന്റെ എക്സാംസ് നോക്കുന്ന സമയത്ത് സാധാരണ ഒറാഡിയയിൽ മെയ് ജൂൺ മാസത്തിലാണ് എക്സാംസ് ഉണ്ടാവുക. ഇവിടെ 2 ടൈപ്പ് എക്സാംസ് ഉണ്ട്. ഒന്ന് ലെക്ചർ എക്സാമും ഒന്ന് പ്രാക്ടിക്കൽ ലാബ് എക്സാമും. സാധാരണ MCQയും റിട്ടൺ എക്സാമാണ് ഒറാഡിയയിൽ ഉണ്ടാവാറ്. ഇപ്പൊ അനാട്ടമി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ MCQയും അതേപോലെ തന്നെ ഓറലും ആണ് എക്സാംസ് ഉണ്ടാവുക. ഇവിടെ 10 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. അതിൽ 5 മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ് ആവുള്ളൂ. അതുപോലെ തന്നെ ഒരു സെമസ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 10 ആളുകൾക്ക് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കൊടുക്കാറ്. സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് മന്ത്ലി 100 യൂറോ ആണ് സ്കോളർഷിപ്പ്. ഇത് ഫസ്റ്റ് ഇയർ പോകുന്ന സമയത്ത് ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞ് അതിൽ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള 10 പേർക്കാണ് ഉണ്ടാവും. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് 4 മലയാളികളാണ് ഉള്ളത്. ടോട്ടൽ യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് 20 to 30 ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റി ഇയർ ബാക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങാനും സെമസ്റ്റർ എക്സാമിന് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് റീടെസ്റ്റ് ചെയ്ത് പാസ്സാവാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ റീടെസ്റ്റും ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിലുള്ള ഈ സമ്മർ വെക്കേഷൻ ഉണ്ടല്ലോ, അതിന് 1 മാസം മുന്നേ നമ്മൾ വന്നിട്ട് ആ എക്സാംസ് ക്ലിയർ ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഒരു ക്രെഡിറ്റിന് 75 യൂറോ വെച്ച് കൊടുക്കണം. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലെ ക്ലിനിക്കൽസ് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd ഇയറിലാണ് പ്രോപ്പർ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ക്ലിനിക്കൽസ് ഒറാഡിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒറാഡിയയിൽ ബൾഗേറിയയിലുള്ള പോലെ കഡാവർ ഇല്ല. നമ്മൾ 3D സിമുലേറ്ററും അതുപോലെ തന്നെ VR ഒക്കെ വെച്ചിട്ടാണ് അനാട്ടമി പഠിക്കുന്നത്. പിന്നെ ബൾഗേറിയയിലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബൾഗേറിയനെ കുറിച്ച് അറിയേണ്ട ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബൾഗേറിയനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനിയിപ്പം കഡാവർ ഇല്ലാത്തത് റൊമാനിയയിൽ ഒരു പ്രശ്നമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നമാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ റൊമാനിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്.
അതായത് ഓരോ സെമസ്റ്ററിലും നമുക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഇഷ്ടപ്പെട്ടത് ആ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കൂടെ അവരുടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ വർക്ക് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെമസ്റ്റർ വെക്കേഷൻ അല്ല, നമ്മൾ സെമ്മ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെയാണ്. അതായത് ഇപ്പൊ നമുക്ക് സർജറിയാണ് ഇഷ്ടം അല്ലെങ്കിൽ അനാട്ടമിയാണ് ഇഷ്ടം എന്ന് വിചാരിച്ചോ, അപ്പൊ ഈ സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സിനെ കണക്ട് ചെയ്ത് അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവരുടെ കൂടെ തന്നെ പോയി ഒബ്സർവേഷൻഷിപ്പ് നമ്മൾ ചെയ്യണം. അങ്ങനെ ഇവരുടെ കൂടെ നിന്ന് ആ കാര്യങ്ങൾ പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫോം തരും. ഈ ഫോമിൽ നമ്മൾ 5 ഒപ്പുകൾ ഈ ടീച്ചേഴ്സിന്റെ അടുത്ത് വാങ്ങണം. പിന്നെ ഇത് മാത്രമല്ല, ഒറാഡിയക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഒറാഡിയയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ വർഷവും 36 മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ടത് സെമസ്റ്ററിന്റെ കൂടെ അല്ല, സെമസ്റ്റർ വെക്കേഷന്റെ സമയത്താണ്. അതായത് നമുക്ക് സമ്മർ വെക്കേഷൻ 3 മാസം വരുന്നുണ്ട്. അതിൽ ഒരു മാസം നമ്മൾ 36 മണിക്കൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് ചെയ്തതിന്റെ പ്രൂഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്താൽ മതി. ഇൻ കേസ് സമ്മർ വെക്കേഷന് നാട്ടിൽ വരുന്ന കുട്ടികളാണെങ്കിൽ നാട്ടിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്താലും മതിയാവും. അതായത് നമ്മൾ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സെമസ്റ്റർ വെക്കേഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ സർജറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടാവർ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് റൊമാനിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. ഇനി തേർഡ് ഇയർ മുതൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനും രോഗികളെ ട്രീറ്റ് ചെയ്യാനും എല്ലാം അവസരം ഉണ്ടാവാറുണ്ട്. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലെ വെക്കേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ മാസത്തിലാണ് ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലെ സമ്മർ വെക്കേഷൻ വരുന്നത്. അതായത് 3 മാസമാണ് സമ്മർ വെക്കേഷൻ ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും എക്സാമിനേഷൻ ഫെയിൽ ആയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 3 മാസം കിട്ടൂല, 1 മാസം മുന്നേ വന്ന് അവർ എക്സാമിനേഷൻസ് എല്ലാം ക്ലിയർ ചെയ്യണം. ഇതല്ലാതെ ഒറാഡിയയിൽ ക്രിസ്മസ് വെക്കേഷൻ ഒരു 10 ദിവസം വരുന്നുണ്ട്, അതുപോലെ ഈസ്റ്റർ വെക്കേഷൻ ഒരു 10 ദിവസം കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഒറാഡിയയിൽ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. ഒറാഡിയ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം 100 സീറ്റുകളാണുള്ളത്. ഇതിൽ 50 സീറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള കുട്ടികൾക്കാണ്, 50 സീറ്റ് നോൺ യൂറോപ്യൻ യൂണിയനിലുള്ള കുട്ടികൾക്കാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ റൊമാനിയയിലുള്ള ഒറാഡിയയിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ എൻട്രൻസ് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസിലാണ് ഇവിടെയുള്ള സീറ്റുകൾ അലോട്ട് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ്ലി നമ്മളെ +2 മാർക്കിനെ ഡിപ്പെൻഡഡ് ആണ്. ഓൾമോസ്റ്റ് ഒരു 90-95% ഉള്ള കുട്ടികൾക്കാണ് ഒറാഡിയയിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. ഇവിടെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് നമ്മൾ ആപ്ലിക്കേഷൻ അവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വന്നാലാണ് നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ കിട്ടുക. അപ്പൊ 90% മുകളിലൊക്കെ മാർക്കുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും റൊമാനിയയിലുള്ള ഒറാഡിയ യൂണിവേഴ്സിറ്റി. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് നോക്കുന്ന സമയത്ത് വെറും 6000 യൂറോ മാത്രമാണ് ഒരു വർഷത്തെ ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലെ ഫീസ്. യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒറാഡിയ. ഇനി ഒറാഡിയ യൂണിവേഴ്സിറ്റിയിലെ എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ 30 to 35,000 രൂപയാണ് ഒരു മാസത്തെ എക്സ്പെൻസ് വരിക. ഇതിൽ 200 യൂറോ ഓൾമോസ്റ്റ് നമുക്ക് അപ്പാർട്ട്മെന്റ് റെന്റിൽ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ പുറമെ വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, വൈഫൈ ബില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഫുഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും സെൽഫ് കുക്കിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. റൊമാനിയ എന്ന് പറയുന്നത് അത്യാവശ്യം ചെലവുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് സെൽഫ് കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ കണക്കാക്കിയിട്ടാണ് കുട്ടികളെല്ലാവരും പോകാറുള്ളത്. അതായത് നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള പ്രഷർ കുക്കറും മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. ഇനി റൊമാനിയയിൽ പഠിച്ച് തീരുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് എത്ര എക്സ്പെൻസ് വരും എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഫീസ്, അക്കോമഡേഷൻ, ഫുഡ്, ബാക്കിയുള്ള ചെലവുകൾ, ഫ്ലൈറ്റ് ടിക്കറ്റ്, പോകുന്ന സമയത്തുള്ള ചെലവുകൾ എല്ലാം കൂടെ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് 55 to 58 ലാഖിന്റെ ഉള്ളിലാണ് റൊമാനിയ വരിക. അതായത് സാധാരണ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളെല്ലാം 75 to 80 ലക്ഷത്തിന്റെ ഉള്ളിലാണ് വരാറ്. പക്ഷേ റൊമാനിയയിലെ ഒറാഡിയ യൂണിവേഴ്സിറ്റിന്റെ കേസ് ഓൾമോസ്റ്റ് 55 to 58 ലാഖിന്റെ ഉള്ളിൽ വരും. ഇനി ഒറാഡിയയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ബസ്സാണ്. ഇനിയിപ്പോൾ ബസ് അല്ലാതെ ടാക്സിയും ട്രാം എല്ലാം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ബസ് അവൈലബിൾ ആണ്. ബസ്സിന് നമുക്ക് ബസ് കാർഡ് കിട്ടും. ഈ ബസ് കാർഡ് നമ്മുടെ സ്റ്റുഡന്റ് ID കാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഈ സ്റ്റുഡന്റ് ID കാർഡ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബസ് കാർഡ് കിട്ടും. ഈ ബസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 8 നമുക്ക് ഒരു മാസത്തേക്ക് ഈ കാർഡ് റീചാർജ് ചെയ്യാൻ വരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ 155 രൂപ. അപ്പൊ ഇങ്ങനെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ അത് ടാപ്പ് ചെയ്തിട്ട് ബസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓൾമോസ്റ്റ് ഒരു മാസത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 155 ഇന്ത്യൻ റുപ്പീസ് വരുന്നുള്ളൂ. അത് വളരെ ചീപ്പാണ്. ഇനി ബസ് കാർഡ് കിട്ടുന്നതിന്റെ മുന്നേ ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ട്രാമും അതുപോലെ തന്നെ ബസ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് 1 ലേ ആണ് വരും. ഇനി ഒറാഡിയുള്ള ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് നവംബർ ടു മാർച്ച് ആണ് അവിടെ വിന്റർ സീസൺ. ഓൾമോസ്റ്റ് -6 to -10 വരെയൊക്കെ ടെമ്പറേച്ചർ പോവാറുണ്ട്. സ്നോഫോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുട്ടികൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പ്രോപ്പർ ആയിട്ടുള്ള ബൂട്ടും ജാക്കറ്റും അതുപോലെ തന്നെ തെർമൽസ് ഒക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒറാഡിയയിലൊന്നും ക്ലൈമറ്റ് പറ്റാത്തത് കൊണ്ട് ആരും നിർത്തിപ്പോകുന്ന അവസ്ഥയില്ല. അതായത് വലിയ പ്രശ്നമില്ലാത്ത ക്ലൈമറ്റ് ആണ്. ഇനി സമ്മർ സീസൺ നോക്കുന്ന സമയത്ത് ജൂൺ ടു സെപ്റ്റംബർ ആണ് സാധാരണ സമ്മർ ഉണ്ടാവാറ്. സമ്മറിന്റെ സമയത്ത് ഒരു 30-32 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ടെമ്പറേച്ചർ പോവാറ്. ഈ ഒറാഡിയയിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പാർട്ട് ടൈം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് MBBS
MBBS ആണ്. അപ്പൊ MBBS പഠിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിന്റെ ഇടയിൽ ഒരിക്കലും പാർട്ട് ടൈം കൊണ്ടുപോകാൻ പറ്റില്ല. ഇൻ കേസ് നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെ ഒരിക്കലും നിങ്ങൾ റൊമാനിയയിലേക്ക് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 3 മാസത്തെ സമ്മർ വെക്കേഷൻ വരുന്നത്, ഈ സമയത്ത് നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ 36 മണിക്കൂർ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. സാധാരണ സൂപ്പർ മാർക്കറ്റിലും മെക്ഡൊണാൾഡ്സിലും പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കുട്ടികൾ പാർട്ട് ടൈമിന് കയറാറുള്ളത്. ഓൾമോസ്റ്റ് മന്ത്ലി 350 യൂറോന്റെ അടുത്താണ് പാർട്ട് ടൈം ചെയ്താൽ കിട്ടുന്നത്. ഇത് ആ വെക്കേഷന്റെ ആ 2 മാസം അല്ലെങ്കിൽ 3 മാസം മാത്രമാണ് പോസിബിൾ ആവുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും നിങ്ങൾ പാർട്ട് ടൈമിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. പാർട്ട് ടൈം ചെയ്തുകൊണ്ട് MBBSന്റെ ഫീസ് അടച്ചിട്ട് പഠിച്ചു പോവാം എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആ ഉദ്ദേശത്തോടെ ആരും റൊമാനിയയിലേക്ക് പോവാതിരിക്കും. ഇനി നമുക്ക് ഒറാഡിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വർക്ക് എലിജിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം റൊമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രിയാണ്, അതുപോലെ തന്നെ ഷെങ്കൻ കൺട്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള ഏത് രാജ്യത്തും പോയിട്ട് വിത്തൗട്ട് ലൈസൻസിങ് എക്സാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഓൾമോസ്റ്റ് 27ഓളം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം പോയിട്ട്, ഇതിൽ ഭൂരിഭാഗം രാജ്യങ്ങളും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, ഇവിടെ എല്ലാം പോയിട്ട് നമുക്കൊരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ തിരിച്ചു വന്ന് ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ FMG, ഇപ്പൊ FMG ആണ്, ഇനിയിപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് നെക്സ്റ്റ് എക്സാം സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 1ന്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് PG ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ UK പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 2028 വരെ നിങ്ങൾക്ക് വിത്തൗട്ട് UKML അല്ലെങ്കിൽ പ്ലാബ് ഇല്ലാതെ UK പോയിട്ട് GMCയുടെ രജിസ്ട്രേഷൻ എടുത്ത് UK വർക്ക് ചെയ്യാൻ പറ്റും. ഇനി 2028 ശേഷം UKMLയോ പ്ലാബോ ഇല്ലാതെ UK പോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം GMC പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2028 ശേഷം ബ്രെക്സിറ്റിന്റെ നെഗോഷിയേഷൻ എങ്ങനെയായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും യൂറോപ്യൻ യൂണിയനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് UK പോകുന്നതിനെ കുറിച്ചുള്ള എലിജിബിലിറ്റി പറയുന്നത്. അതായത് പ്ലാബ് വേണോ വേണ്ടിയോ എന്നൊക്കെ ബ്രെക്സിറ്റിന്റെ നെഗോഷിയേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും തീരുമാനം എടുക്കുക. എന്തായാലും വേഴ്സ്റ്റ് കേസ് നമ്മൾ പ്ലാബ് ചെയ്ത് അല്ലെങ്കിൽ UKML ചെയ്ത് എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. UKML ക്ലിയർ ചെയ്ത് GMC രജിസ്ട്രേഷൻ എടുത്ത് നമുക്ക് UK പോകാൻ പറ്റും. ഇനിയിപ്പോൾ US പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒറാഡിയ യൂണിവേഴ്സിറ്റിക്ക് ECFMG അക്രഡിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് USML സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് US മൈഗ്രേറ്റ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റ് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ്, ഇപ്പോൾ ദുബായിന്റെ ആണെങ്കിൽ DH എക്സാം അല്ലെങ്കിൽ അബുദാബിന്റെ ആണെങ്കിൽ DOH എക്സാം പോലുള്ള എക്സാംസ് എഴുതണമെങ്കിൽ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റൊമാനിയയിൽ പഠിച്ചിട്ട് റൊമാനിയ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് റൊമാനിയ ലാംഗ്വേജ് മാത്രം മതിയാവും റൊമാനിയയിൽ വർക്ക് ചെയ്യാൻ. അവിടുന്ന് 2 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ദുബായിലേക്ക് പോകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ദുബായിയുടെ എംറി എന്ന് പറഞ്ഞുള്ള എക്സാം ഉണ്ട്. മെഡിസിൻ കഴിഞ്ഞ ഉടനെ എംറി എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം 2-3 വർഷത്തെ റെസിഡൻസി ദുബായിൽ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ MBBS കഴിഞ്ഞിട്ട് PG ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ തീരൂല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറാഡിയ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒറാഡിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിട്ടുള്ള ഷഹീനെ കോളിൽ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഷഹീനോട് ചോദിച്ചു നോക്കാം. ഹലോ, ഷഹീൻ അല്ലേ? ഹലോ, ഷഹീൻ എവിടെയുള്ളത്? റൊമേനിയയിലാണോ ഇപ്പോൾ ഉള്ളത്? റൊമേനിയയിൽ ഒറാഡിയയിൽ ഉള്ളത്. ഷെയ്നെ, നമ്മള് ഒറാഡിയുടെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടക്ക് കുറെ കാര്യങ്ങൾ ഷെയ്നോട് ചോദിക്കാം എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. ഷെയ്ൻ എന്തുകൊണ്ടായിരുന്നു ഒറാഡിയെ ചൂസ് ചെയ്യാൻ കാരണം? ഞാനിപ്പോ ഒറാഡിയെ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പല പല കൺട്രീസ് ഉണ്ടായിരുന്നെങ്കിൽ വെച്ചാല് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ അല്ലെങ്കിൽ ബൾഗേരിയ, അതുപോലെ തന്നെ പല പല കൺട്രീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ റൊമേനിയ ഒരു യൂറോപ്യൻ കൺട്രിയിലുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ പഠിച്ചാല് എന്ന് വെച്ചാല് ബാക്കിയുള്ള കൺട്രീസ് അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി വാല്യൂ കൂടുതലാണ്. കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് നമുക്ക് ലൈസൻസ് എക്സാം വേണ്ട, അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് പാസ് ചെയ്താൽ മതി. ഇതുള്ളതുകൊണ്ട് ഞാൻ റൊമേനിയ ചൂസ് ചെയ്ത്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബൾഗേരിയയും. പക്ഷെ ഞാൻ ഇപ്പൊ വരുന്ന സമയത്ത് ഇങ്ങനെ 2 സ്ഥലങ്ങൾ നോക്കിയിരുന്നു. എന്നുവെച്ചാല് ഫീസ് സ്ട്രക്ചറും അതിന്റെ അതൊക്കെ നോക്കിയപ്പോ എനിക്ക് ഒറാഡിയ കുറച്ചും കൂടി സൂട്ടബിൾ ആയി തോന്നി. ഓക്കെ, പിന്നെ അതുപോലെ ഒറാഡിയുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ക്ലാസ്സിംഗ് സിസ്റ്റം എന്ന് വെച്ചാല് ഇവിടെ ഇപ്പൊ 2 ടൈപ്പാണ് ഉള്ളത്. ഒരു ലെക്ചറും പിന്നെ ഒരു ലാബ് ക്ലാസ്സസ് ആണ് ഉള്ളത്. അപ്പൊ അതില് ഉള്ളതെന്ന് വെച്ചാല് ലാബ് ക്ലാസ്സസ് ഓരോ ക്ലാസ് വെച്ചിട്ടും ഒരു 2 hours വെച്ചുണ്ടാവും. ലെക്ചർ ക്ലാസ്സസ് ചിലപ്പോ 1 hour അല്ലെങ്കിൽ 2 hour വെച്ചാണ് ഉണ്ടാവാറ്. പിന്നെ ഇവിടുത്തെ ക്ലാസ് സ്ട്രക്ചർ എന്ന് വെച്ചാല് എല്ലാ ക്ലാസ്സസും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിംഗ് അല്ല. ചില ദിവസങ്ങളിൽ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ ഉണ്ടാവാറുണ്ട്. ചില ദിവസങ്ങളിൽ ഉച്ചക്ക് തൊട്ട് രാത്രി വരെ ഉണ്ടാവാറുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടാവാറുണ്ട്. അതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടൈമിംഗ് അല്ല. എന്ന് വെച്ചാല് പല പല ടൈമിങ്ങിലാണ് ഇവിടുത്തെ ക്ലാസ്സസ് നടക്കുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ ചില ഡോക്ടേഴ്സിന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സർജൻ ആണെങ്കിൽ ഡോക്ടർ ഇപ്പൊ ആ സമയത്ത്
സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ വെച്ചാല് ഇടയ്ക്ക് ടൈമിങ് മാറും, അങ്ങനെയൊക്കെയാണ് വരാറ്. അപ്പൊ നമ്മൾ ഈ ലാബിനൊക്കെ കയറുന്ന അറ്റൻഡൻസ് ശരിക്കും കമ്പൽസറി ആണ്? അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ പറ്റുള്ളൂ? ഇവിടുത്തെ അറ്റൻഡൻസ് പാറ്റേൺ എന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു കുട്ടിക്ക് ഓരോ സബ്ജക്റ്റിലും 3 ലീവ് വെച്ചിട്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് വല്ല മെഡിക്കൽ ആയിട്ടുള്ള വല്ലതും വരണമെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വല്ലയിടത്തും പോകേണ്ടി വരണമെങ്കിൽ മാത്രം ഒരു സബ്ജക്റ്റിന് വെച്ചിട്ട് 3 ലീവ് വെച്ചിട്ട് ഇവിടെ തരുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും. പിന്നെ അതിലും കൂടുതൽ വരണമെങ്കിൽ എന്ന് വെച്ചാല് നമ്മിപ്പോ വല്ല മെഡിക്കൽ ഇഷ്യൂ മാത്രമാണെങ്കിൽ മാത്രം നമ്മുടെ അറ്റൻഡൻസ് അവർ ഇതാക്കുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഡോക്ടറെ കാണിച്ചതിന്റെ വല്ല പ്രിസ്ക്രിപ്ഷനോ അങ്ങനത്തെ വല്ലതും ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സാം എഴുതാണ്ടിരിക്കാൻ ചിലപ്പോൾ അതിന് സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെ ഓരോ എക്സാം കഴിയുമ്പോഴും ഇവിടെ ഇതുവരെയും ആരും ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല. എന്നുവെച്ചാൽ ഇവിടെ എക്സാം ഫെയിൽ ആവുന്ന വെച്ചാല് ഓരോ എക്സാമിന് ശേഷം നമുക്ക് റീ എക്സാം എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ എല്ലാ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു വീക്ക് വിട്ടിട്ട് റീസെഷനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യും, റീസെഷൻ എക്സാംസ്. അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് ഇത് വല്ല ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല മാർക്ക് നമുക്ക് കൂട്ടാനുണ്ടെങ്കിൽ നമുക്കത് റീസെഷനിൽ കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റും. ഈ റീസെഷനിലും പാസ്സായില്ലെങ്കിൽ ഈ വെക്കേഷന്റെ ഇടയിൽ ലാസ്റ്റത്തെ മന്തിൽ സെപ്റ്റംബർ ആകുമ്പോൾ നമുക്ക് പേ ചെയ്തിട്ട് എക്സാം എഴുതേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ പാറ്റേൺ പോണത്. പക്ഷെ എല്ലാവരും ഇവിടെ പഠിക്കുന്ന എല്ലാവരും ഒരുവിധം റീസെഷനിൽ കൂടി എല്ലാവരും പാസ്സാവാറുണ്ട്. ഓക്കെ, അവിടെ മാർക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ ഇവിടുത്തെ മാർക്കിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ എക്സാമിനും ഔട്ട് ഓഫ് 10 മാർക്ക് ടോട്ടൽ മാർക്ക് വേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് 5 കിട്ടിയാൽ നമ്മ ഓരോ സബ്ജക്റ്റിന് പാസ്സാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം നടക്കുന്ന ഈ മെയിൻ ഫാക്കൽറ്റിയിലാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുണ്ടോ? നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മെയിൻലി ഫാക്കൽറ്റിയിലായിരിക്കുള്ളൂ. തിയറി ക്ലാസ്സസും അങ്ങനത്തെ ആയിരിക്കുള്ളൂ. പിന്നെ ചില ക്ലാസ്സുകൾ നമുക്ക് മെയിൻലി ചില സർജൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഓരോ ക്ലാസ്സസ് എടുക്കാറ്. എന്ന് വെച്ചാൽ അനാട്ടമി ആണെങ്കിലും പിന്നെ നമുക്ക് ഇവിടെ ടോപ്പോഗ്രഫിക്കൽ അനാട്ടമി എന്നുണ്ട് ഓരോ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ വെച്ചാല് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഓരോ ഹോസ്പിറ്റൽസിലത്തെ സർജൻസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഓരോ ഹോസ്പിറ്റൽസിലും ഈ ഹോസ്പിറ്റലിൽ ലെക്ചർ ഹാൾ ഉണ്ട്. വെച്ചാൽ നമുക്ക് ചില ക്ലാസ്സുകളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിലത്തെ ലെക്ചർ ഹാളിൽ വെച്ച് നമുക്ക് ഇടയ്ക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽസും കാണാം, ചിലപ്പോൾ ഇടയ്ക്ക് പേഷ്യൻസിനെ കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, അതുപോലെ ഒരാടെയുള്ള ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇവിടെ ക്ലിനിക്കൽസ് വരുന്നുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാല് നമ്മ ഒരു 5 പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മ അവിടെ വർക്ക് ചെയ്യണം. എന്ന് വെച്ചാല് ഇപ്പൊ സർജിക്കലായിട്ട് ഇപ്പൊ സർജറി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൈനക്കോളജി ആണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കമ്പൾസറി ആണ് എന്താണ് ചെയ്യണം എന്നുള്ളത്. വെച്ചാൽ നമ്മ ഓരോ ഡോക്ടേഴ്സ് ആയിട്ട് പോയിട്ട് സംസാരിച്ചിട്ട് ഓരോ ദിവസം അവർ നമ്മളോട് ചെല്ലാൻ പറയും. വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ സർജറി ഉണ്ടെങ്കിൽ ഇപ്പൊ സർജറിക്ക് ചെല്ലാൻ പറയും. അല്ലെങ്കിൽ വല്ല കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വിളിക്കും അവര്, അല്ലെങ്കിൽ നമ്മ അവരെ പോയിട്ട് കോൺടാക്ട് ചെയ്യണം. ഇങ്ങനെ ചെല്ലാൻ പറ്റുമോ എന്നുള്ളതിനെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ക്ലിനിക്കൽസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് എന്തായാലും കമ്പൾസറി ആണ്. വെച്ചാൽ ഒരു സെമ്മിലും 5 പ്രാവശ്യം പല ഇതില് കമ്പൾസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെ ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മിപ്പോ ഒരു മാസത്തേക്ക് ഇന്റേൺഷിപ്പ് എന്തായാലും ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് 1 മാസത്തോളം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡോക്ടറിന്റെ കൂടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്? എന്ന് വെച്ചാല് നമ്മിപ്പോ അവരുടെ ഒപ്പം ഡോക്ടേഴ്സിന്റെ ഒപ്പം പോയിട്ട് സർജറി അറ്റൻഡ് ചെയ്യാന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് കാണാം അവരെന്താ ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സർജറി അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മിപ്പോ ഒരു സർജറി അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മിപ്പോ വല്ല ഡോക്ടേഴ്സ് ഇപ്പൊ വല്ല ഒരു പേഷ്യന്റിന് ഇപ്പൊ പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് കൊടുക്കുമ്പോ ഇപ്പൊ അവരെങ്ങനെയാണ് ഓരോ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു പഠിക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാല് ഒരു സെമ്മിന്റെ ഒരു പകുതി ടൈം ആകുമ്പോഴത്തേന് നമ്മൾ ഈ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഒരു 5 പ്രാവശ്യം പോയി നമ്മൾ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കൂല, അവര് ചെയ്യണത് നമ്മൾ കണ്ട് പഠിക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇയർ ആവണമെങ്കിൽ നമുക്കും കുറച്ചും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ പൊതുവെ കുട്ടികൾ ചോദിക്കാറുണ്ട് ഒരാടയിൽ കടാവർ ഉണ്ടോ? ശരിക്കും ഒരാടയിൽ കടാവർ ഉണ്ടോ? അത് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാല് ഇവിടെ ഒറാടിയയിൽ കടാവർ ഇല്ല. ഞങ്ങൾക്ക് അതിന് പകരം ഒരു 3D പ്രൊജക്ഷൻ പ്രിന്റർ പോലെയാണ് ഞങ്ങൾക്ക് ബോഡി കാണാൻ പറ്റണത്. വെച്ചാല് ബോഡി അല്ലെങ്കിലും നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വെച്ചാല് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഓരോ പാർട്സ് നമുക്ക് നീക്കിയിട്ടും അല്ലെങ്കിൽ ഇത് പ്രൊജക്ടിങ് ഒരു 3D പ്രൊജക്ടാണ് അതിൽ കൂടെ നിങ്ങൾ ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഫാക്കൽറ്റിയുടെ അടുത്താണോ ഉള്ളത്? ഫാക്കൽറ്റിയുടെ അടുത്ത് തന്നെയല്ല ഹോസ്പിറ്റൽസ് ഉള്ളത്. എന്ന് വെച്ചാല് എന്നാലും അത്രയും ദൂരം ഇല്ല. എന്നുവെച്ചാൽ ചില ഹോസ്പിറ്റൽസ് നമുക്ക് വെച്ചാല് അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ വെച്ചാൽ എല്ലാ സ്ഥലത്തോട്ടും ഈ ട്രാമും ബസ്സസും ഉണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഈസിയാണ്.
എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഫാക്കൽറ്റിയിലോട്ട് തിരിച്ചു വരാനാണെങ്കിലും അതെന്ന് വെച്ചാൽ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ബസ്സിനൊക്കെ എത്ര ചാർജ് വരുന്നുണ്ട്? നല്ല കോസ്റ്റ് വരുന്നുണ്ടോ ബസ്സിനൊക്കെ? പിന്നെ ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻസ് ഈസിയാണ്. എന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരു 150 രൂപക്ക് ഒരു മാസത്തേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാർഡ് എടുക്കും. അപ്പൊ ആ കാർഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു 150 രൂപക്ക് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് നമുക്ക് എവിടെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഒറാടിക്കുള്ളിൽ. എന്ന് വെച്ചാൽ ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ് അല്ലെങ്കിൽ ഇവിടെ മെയിൻലി ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ളത് ബസ്സും ട്രാമും. അപ്പൊ ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബസ്സിലും ഈ ട്രാമിലും 30 ദിവസത്തോളം നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ട്രാം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റുഡന്റ് കാർഡ് ഉണ്ടെങ്കിലേ പൈസ കുറയുള്ളൂ. അപ്പോൾ അതെങ്ങനെ കിട്ടുക? ഇവിടെ സ്റ്റുഡന്റ് കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഡോക്യുമെന്റ് കൊടുത്തതിന് ഒരു 1 വീക്കിന് ശേഷം നമുക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എന്നിട്ട് അത് നമ്മുടെ അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടും. എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കാർഡ്, സ്റ്റുഡന്റ് ട്രാൻസ്പോർട്ടേഷൻ കാർഡ്. അപ്പൊ അതെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലത്തെ ഒരു 150 രൂപ ഒരു മാസത്തേക്ക് അതിന്റെ എത്രയും ചെലവ് വരുള്ളൂ. വെച്ചാൽ ഇവിടുത്തെ ഒരു ലേ എന്ന് വെച്ചാൽ ഇവിടുത്തെ 18 രൂപയാണ്. അപ്പൊ അത് ഒരു മാസം നമ്മൾ റീചാർജ് ചെയ്താൽ മതി. അതും ഓരോ സ്പോട്സ് ഉണ്ട്, റീചാർജ് സ്പോട്സ് ഉണ്ട് ഓരോ സ്റ്റേഷനിൽ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ റീചാർജ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഒറാടിയല്ലേ നമുക്ക് ഒരു മാസം നിൽക്കാൻ ഓൾമോസ്റ്റ് എത്ര യൂറോ എക്സ്പെൻസ് വരുന്നുണ്ട്? അപ്പൊ എനിക്കൊരു ഏകദേശം ഒരു 320 അല്ലെ 310 യൂറോസിന്റെ അടുത്ത് എനിക്ക് വരുന്നുണ്ട് ഒരു എക്സ്പെൻസ് ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ 320 ശരിക്കും എന്തൊക്കെ എക്സ്പെൻസുകളാണ് അതിൽ വരണത്? അപ്പൊ എനിക്ക് ആ 320 യൂറോസിൽ ഇപ്പൊ എനിക്ക് ഏകദേശം വരുന്നത് 200 യൂറോസ് ആണ് എനിക്ക് അപ്പാർട്ട്മെന്റിന് റെന്റ് ആയിട്ട് വരുന്നത്. ബാക്കി 120 സംതിങ് യൂറോസ് എനിക്ക് എക്സ്പെൻസ് ആയിട്ടാണ് ഫുഡിന്റെയും പിന്നെ മറ്റേ ഇലക്ട്രിക് ബിൽസും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. എനിക്ക് അങ്ങനെയാണ്. പിന്നെ എന്റെ ബാക്കി പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഷെയ്ൻ എങ്ങനെയാണ് അവിടെ സ്റ്റേ ഉള്ളത്? നിങ്ങൾ ഹോസ്റ്റലിലാണോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് എടുത്ത് നിൽക്കാണോ? എങ്ങനെയാണ് ഉണ്ടാവാറ്? സാധാരണ കുട്ടികൾ എങ്ങനെ നിൽക്കാറ്? ഇവിടെ ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റൽ ഇപ്പൊ ഒറാഡിയ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ അറിഞ്ഞിടത്തോളം ആരും അത് യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ യൂസ് ചെയ്യാറില്ല വെച്ചാല് കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാവരും സ്വന്തം അപ്പാർട്ട്മെന്റ്സ് റെന്റ് ഔട്ട് ചെയ്തിട്ടാണ് താമസിക്കാറ്. എന്ന് വെച്ചാല് റൂം ഷെയർ ചെയ്തിട്ടും അങ്ങനൊക്കെ ആയിട്ട് തന്നെ. കാരണം എന്ന് വെച്ചാല് ഒരു റൂമിൽ എന്ന് വെച്ചാല് 4 പേരുണ്ടാവും. അതും പല പല കൺട്രീസിൽ നിന്നുള്ളതാണ്. ചിലപ്പോൾ യൂറോപ്യൻസ് ആവാം, അറബ്സ് ആവാം, അങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവിടുത്തെ വാഷ്റൂം എന്ന് വെച്ചാൽ ചിലപ്പോ ഒരു ഫ്ലോറിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വലിയ വാഷ്റൂം ആയിരിക്കും, ടോയ്ലറ്റും ഫെസിലിറ്റീസ്. അപ്പൊ ഒരു ഫ്ലോറിൽ നിന്ന് തന്നെ എല്ലാരും ഇങ്ങനെ ഒറ്റയടിക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ചില ക്ലാസ്സിനെങ്കിൽ നേരത്തെ തന്നെ കുളിച്ച് പോകേണ്ടി വന്നില്ലെങ്കിലും അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുവരെ ആരും അങ്ങനെ നിന്നിട്ടില്ല. എല്ലാരും സ്വന്തം അപ്പാർട്ട്മെന്റ്സ് എടുത്തിട്ടാണ് നിന്നേക്കണത്. പിന്നെ ഹോസ്റ്റലിന്റെ ഇതെന്ന് വെച്ചാല് അപ്പാർട്ട്മെന്റ്സിനെക്കാട്ടിയും അവിടെ റെന്റ് കുറവായിരിക്കും. പിന്നെ നമുക്ക് കേരളത്തിൽ ഇത് തന്നെ നമുക്ക് നേരിട്ട് ഹോസ്റ്റല് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇവിടെ എത്തിയതിനു ശേഷമേ നമുക്ക് ഹോസ്റ്റല് ഉണ്ടോ ഇല്ല നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെറിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മിക്ക എല്ലാവരും അപ്പാർട്ട്മെന്റ് എടുക്കാണ് ഇവിടെ പതിവ്. പിന്നെ ഞാൻ എടുത്തേക്കാന്ന് വെച്ചാല് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണോണ്ട് ബാക്കിയുള്ള ഇപ്പൊ എന്റെ വർഷം തന്നെ വന്ന കുട്ടികൾ അവര് ഷെയർഡ് അപ്പാർട്ട്മെന്റ് ആയിട്ട് എടുത്തേക്കണം. ഹോസ്റ്റൽ ഇതുവരെയും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഒരു സീനിയേഴ്സ് എല്ലാരും സ്വന്തം അപ്പാർട്ട്മെന്റിൽ നിന്നിട്ടാണ് ഇതുവരെയും എല്ലാരും സ്വന്തം അപ്പാർട്ട്മെന്റിലാണ് എടുത്ത് നിന്നേക്കണത്. ഓക്കെ, അവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടോ? ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുമോ? ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് മെയിൻലി ഇങ്ങനത്തെ KFC, മക്ഡൊണാൾഡ്സും പിന്നെ ഇവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ അതിപ്പോ റെനോവേഷന്റെ ഭാഗമായിട്ട് അതിന്റെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് ഇന്ത്യൻ ഫുഡ്സ് ആയാലും. കാരണം പുറത്തുനിന്ന് കഴിക്കണമെന്ന് വെച്ചാല് കുറച്ച് എക്സ്പെൻസ് കൂടും നമ്മ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ മെയിൻലി എല്ലാവരും അവര് സെൽഫ് കുക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ എല്ലാ സ്റ്റുഡൻസും സെൽഫ് കുക്കിംഗ് ആണ് ചെയ്യാറ്. ഓക്കെ, അവിടെ ഒറാടിയല്ലേ പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികളുണ്ട്. ശരിക്കും പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ അവിടെ? നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് വെക്കേഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ ക്ലാസ്സിന് ഇപ്പൊ പറഞ്ഞിരുന്ന പോലെ ക്ലാസ് ചില ദിവസങ്ങളിൽ നമുക്ക് 8 മണി തൊട്ട് ചിലപ്പോൾ രാത്രി വരെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചിങ്ങനെ ഫസ്റ്റ് ഇപ്പൊ കുറച്ച് പേര് ഇങ്ങനെ പോയായിരുന്നു. പിന്നെ അതിനുശേഷം പറ്റാണ്ട് ഇപ്പൊ നിർത്തിയവരുണ്ട്. പിന്നെ മിക്ക കുട്ടികൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെക്കേഷൻ ടൈം ആകുമ്പോഴാണ് വെച്ചാൽ നമുക്ക് 3 മാസം ഇവിടെ വെക്കേഷൻ ഉണ്ടാവും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ 3 മാസത്തിൽ അവര് ഇവിടെ നാട്ടിൽ പോയില്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യും. ഓക്കെ ഷെയ്ൻ, അത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഷെയ്ൻ്റെ അടുത്ത് അറിയാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് വളരെ നന്ദി.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറാഡിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷെയ്നുമായിട്ട് നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയ്നെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു കോൾ ബുക്ക് ചെയ്ത് ഷെയ്നുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ, മറ്റാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.